നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ധനവില കൂടുമെന്ന ആശങ്കകൾക്കിടെ ഉപയോഗം കുറയ്ക്കാനുള്ള ആഹ്വാനവുമായി വീണ്ടും പ്രധാനമന്ത്രി. വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും മോദി. പ്രസ്താവന ഭരണപരാജയത്തിന്റെ തെളിവെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്ത് ക്ഷാമമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ഏഴാം ദിവസവും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. കൂടുതൽ ചർച്ചകൾക്ക് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തിയുമായി ലീഗ്. KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയും ചരടുവലി. കെ സുധാകരന്റെ വീട്ടിൽ KC-KS അനുകൂലികളുടെ രഹസ്യയോഗം. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം. കേരളത്തിൽ തീരുമാനിക്കുന്നത് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തിരിച്ചടിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും ബേബി. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് നമുക്ക് പിന്നെ കാണാമെന്ന് പിണറായി വിജയന്റെ മറുപടി. ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் തമിഴ്നാട്ടിലെ നിയമസഭാ സമ്മേളനം തുടങ്ങി. MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. വിശ്വാസ വോട്ടെടുപ്പ് മറ്റന്നാൾ. MK സ്റ്റാലിൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ സന്ദർശിച്ച് വിജയ്. AIADMK പിളർപ്പിലേക്ക്. SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത് 30 MLA-മാർ. പളനിസ്വാമിക്ക് 17 പേരുടെ പിന്തുണ മാത്രം. അസമിലെ പുതിയ BJP സർക്കാർ നാളെ അധികാരമേൽക്കും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം കേരളത്തിലേക്ക്. സംസ്ഥാനത്ത് MBBS പഠിക്കുന്ന രാജസ്ഥാൻ സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിൽപ്പന നടത്തിയ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളത്. രാജ്യത്തെ പൗരന്മാരോട് ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ വീണ്ടും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെ 7 നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നൽകിയത്. ഈ പ്രതിസന്ധിയും രാജ്യം മറികടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി മറികടക്കുന്നതിനാണ് ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതുൾപ്പെടെ 7 നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. മെട്രോ, ട്രെയിൻ, ഇലക്ട്രിക് ബസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ശക്തമായതിനാൽ വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കണം. സാഹചര്യം സാധാരണ നിലയിലാകുന്നതുവരെ സ്വർണം വാങ്ങരുത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ രാജ്യത്തിനൊപ്പം നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. मेरी देश के हर नागरिक से अपील है, जहां संभव हो पेट्रोल डीजल का उपयोग कम करें, मेट्रो का उपयोग करें, इलेक्ट्रिक बस और पब्लिक ट्रांसपोर्ट का अधिक इस्तेमाल करें. യുദ്ധത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഊർജ സാമ്പത്തിക മേഖലയിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ത്യയിൽ ഇന്ധനവില 5 രൂപ വരെ വർദ്ധിക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ ആവർത്തിച്ചത്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നതിനാൽ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി ഇന്ധന കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഊർജ പ്രതിസന്ധിയില്ലെന്നും ഇന്ധന കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ലഭ്യതയിൽ തടസ്സമില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം വിലയിരുത്താൻ ചേർന്ന മന്ത്രിതല യോഗത്തിന് ശേഷം ജോയിന്റ് സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ റിഫൈനറികൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിപണിയിൽ എവിടെയും ഇന്ധന ലഭ്യത കുറഞ്ഞ സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് രാജ്യത്തുണ്ട്. പാചകവാതക വിതരണവും സുഗമമായി തുടരുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. PNG कनेक्शंस को गैसीफाई किया गया है और 2.68 लाख कनेक्शंस के लिए इंफ्रास्ट्रक्चर क्रिएट किया जा चुका है और 7,29,000 से अधिक नए कंज्यूमर PNG कनेक्शन के लिए रजिस्टर हुए हैं. 52,300 से अधिक ऐसे PNG कंज्यूमर्स हैं जिन्होंने LPG कनेक्शन सरेंडर किया गया है.
ഇന്ധന നിയന്ത്രണം വേണമെന്ന പ്രധാനമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം മാത്രമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ദീർഘകാല പ്രതിസന്ധി ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ കഴിവുകേടിന്റെ തെളിവാണ് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ കർശന സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന പ്രസ്താവനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. എന്തു വാങ്ങണം, എവിടെ പോകരുത് എന്നൊക്കെ ഉപദേശിക്കുന്നത് വീഴ്ച മറയ്ക്കാനാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അതിനിടെ ഫ്രഞ്ച്, ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് നീങ്ങി. ആക്രമണമുണ്ടായാൽ ശക്തമായി നേരിടുമെന്നാണ് ഇറാന്റെ പ്രതികരണം. മാസങ്ങളായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒട്ടും സ്വീകാര്യമല്ല എന്ന് വിശേഷിപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം തള്ളിയത്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. സമാധാന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ വഴി ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അമേരിക്കയുടെ കർശന ഉപാധിയെ ടെഹ്റാൻ ശക്തമായി എതിർക്കുന്നതാണ് നിലവിലെ തടസ്സം. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഫ്രഞ്ച്, ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് നീങ്ങി. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ശക്തമായി നേരിടും എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഹാൻഡ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ക്രൂയിസ് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കപ്പലിലെ യാത്രക്കാരനായിരുന്ന അമേരിക്കൻ പൗരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായിരുന്ന ഫ്രഞ്ച് പൗരനും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹാൻഡ വൈറസ് വ്യാപന ഭീഷണിയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ കുവൈറ്റ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് നിലവിൽ രോഗബാധിതയ്ക്കുള്ള സാധ്യത കുറഞ്ഞ നിലയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ അബ്ദുള്ള സനദ് അറിയിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ ചട്ടങ്ങൾ പ്രകാരമുള്ള വിവര കൈമാറ്റം, വിവിധ രാജ്യങ്ങളിലെ സമ്പർക്ക നിരീക്ഷണം, ഒഴിപ്പിക്കൽ നടപടികൾ, ജാഗ്രതാ സംവിധാനം എന്നിവ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സജീവമാക്കിയിട്ടുണ്ട്. വൈറസ് തിരിച്ചറിയുന്നതിനുള്ള ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം രോഗവ്യാപന നിരീക്ഷണം, പരിസ്ഥിതി പരിശോധന, ആരോഗ്യ പ്രവർത്തകരുടെ സജ്ജീകരണം എന്നിവയും മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുകയാണ്. മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായം തേടും. നിലവിൽ KC വേണുഗോപാലിനാണ് ഹൈക്കമാൻഡ് പിന്തുണയെങ്കിലും സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിച്ച ശേഷമായിരിക്കും പ്രഖ്യാപനം. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയും നേതാക്കൾ ചരടുവലി ആരംഭിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് സാധ്യത. ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ചകൾ ഉണ്ടാകില്ലെങ്കിലും സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. കേരളത്തിൽ നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തോ അല്ലെങ്കിൽ ഡൽഹിയിൽ AICCO തീരുമാനം പുറത്തുവിടും. കോൺഗ്രസിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാമെന്നും പരസ്യ പ്രതികരണം ഉണ്ടാകില്ലെന്നും ഘടകകക്ഷികൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് VD സതീശൻ. അതേസമയം സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ ഒഴിവുവരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിനായി നേതാക്കൾ ചരടുവലി ആരംഭിച്ചു. ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ കൊടിക്കുന്നിൽ സുരേഷ് KPCC അധ്യക്ഷനായി തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടു. ബെന്നി ബെഹനാൻ ഉൾപ്പെടെ മറ്റു ചില നേതാക്കളുടെ പേരും ഹൈക്കമാൻഡിന് മുൻപിലുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ നേതാവ് സ്ഥാനം സംബന്ധിച്ച തീരുമാനം കേരളത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി
MV ഗോവിന്ദൻ പ്രതിപക്ഷ നേതൃസ്ഥാനം PBയിൽ ചർച്ചയായില്ല. CPIയുടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാന ആവശ്യവും സംസ്ഥാനത്ത് ചർച്ച ചെയ്യുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യവും കേരളത്തിലേറ്റത് അപ്രതീക്ഷിതമായ കനത്ത തിരിച്ചടിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ വിലയിരുത്തൽ. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ലെന്നും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ചർച്ച നടക്കേണ്ടത് സംസ്ഥാന ഘടകത്തിലാണെന്നും PB യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. There will be an opposition leader. That opposition leader will be chosen in Kerala. ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ പിണറായി വിജയൻ തലസ്ഥാനത്ത് വാടക വീട്ടിലേക്ക് താമസം മാറി. PB യോഗത്തിന് ശേഷം തിരുവനന്തപുരത്തെത്തിയ പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിന്ന് നേരെ വാടക വീട്ടിലേക്കാണ് വന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ചിന്താ ഫ്ളാറ്റിലേക്ക് മാറുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ ചർച്ച പാർട്ടിയിൽ തുടരുകയാണ്. പിണറായി വിജയൻ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറിയേക്കും. തമിഴ്നാട് നിയമസഭാംഗമായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടോം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. വൻ അട്ടിമറികൾ കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMKയും സഭയിലെത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന്റെ ആകാംക്ഷയിലാണ് ഇനി തമിഴകം. സിനിമാ തിരശ്ശീലയിലെ ദളപതി ഇനി തമിഴ്നാട് നിയമസഭയിലെ പോരാളി. പ്രോട്ടൈം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് മുന്നിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്നും 99 പേർ ആദ്യമായിട്ടാണ് നിയമസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. C. ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் തിരിച്ചടിക്കൽ നേരിട്ട DMK പാളയത്തിൽ നിന്നും പുതിയ നായകനായി ഉദയനിധി സ്റ്റാലിനും ചുമതലയേറ്റു. உதயநிதி ஸ்டாலின் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ DMKയെ നയിക്കാൻ ഉദയനിധിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. സഭയിലിനി വിജയ് വേഴ്സസ് ഉദയനിധി സ്റ്റാലിൻ പോരാട്ടമെന്ന് ചുരുക്കം. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖരിൽ ഉൾപ്പെടുന്നു. எடப்பாடி K. பழனிசாமி என்னும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിലേക്കാണ്. ബുധനാഴ്ചയ്ക്കകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണറുടെ കർശന നിർദ്ദേശം. പഴയ തലമുറയുടെ പതനവും പുതിയ താരോദയങ്ങളും കണ്ട തമിഴ്നാട് നിയമസഭയിൽ ഇനി വരാനിരിക്കുന്നത് വാശിയേറിയ പോരാട്ടങ്ങളാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും ഉദയനിധിയുടെ പുതിയ ഉത്തരവാദിത്തവും സഭയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. തമിഴ് രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ 2 യുവനേതാക്കൾ മുഖാമുഖം വരുമ്പോൾ ചെന്നൈയിലെ രാഷ്ട്രീയ താപനില ഇനി അങ്ങോട്ട് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. വിശ്വാസ വോട്ടെടുപ്പിൽ ആര് വിജയിക്കും, തമിഴകം ആരുടെ കൈകളിൽ സുരക്ഷിതമാകും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരുന്നു തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. ചെന്നൈ അൽവാർപേട്ടിലെ സ്റ്റാലിന്റെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അൽവാർപേട്ടിലെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി വിജയ് MK സ്റ്റാലിനും മകനും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിനും ചേർന്ന് സ്വീകരിച്ചു. ഇരു നേതാക്കളും പരസ്പരം പൊന്നാടി അണിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും ആദരവ് പ്രകടിപ്പിച്ചു. തീർത്തും സൗഹാർദ്ദപരമായ സന്ദർശനമാണെന്നാണ് ഇരുവിഭാഗവും പ്രതികരിച്ചത്. അസമിലെ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് തുടർച്ചയായ 2ാം തവണയും അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഗുവാഹത്തിയിലെ ഖാനാപാറ വെറ്റിനറി ഫീൽഡിൽ രാവിലെ 11 മണി മുതലാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് BJP നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 126 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയത്. 82 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. സൗദിയിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി തൊഴിലിടങ്ങളിൽ തന്നെ കിൻഡർ ഗാർഡനുകൾ ആരംഭിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് ഈ സൗകര്യം ഒരുക്കുക. ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ ജീവിതം എളുപ്പമാക്കാനും തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സുപ്രധാന തീരുമാനം. ഓരോ സ്ഥാപനത്തിലെയും ജീവനക്കാരുടെ മക്കൾക്ക് മാത്രമായിരിക്കും അതത് ഇടങ്ങളിലെ കിൻഡർ ഗാർഡനുകളിൽ പ്രവേശനം അനുവദിക്കുക.
കുവൈറ്റിൽ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും ഇനി മുതൽ സർക്കാർ ആപ്ലിക്കേഷനായ സഹൽ ആപ്പ് വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം നിലവിൽ വന്നു. വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സേവനങ്ങളിലെ പോരായ്മകൾക്ക് വേഗത്തിൽ പരിഹാരം കാണുന്നതിനുമാണ് ഈ സംവിധാനമെന്ന് അധികൃതർ അറിയിച്ചു. വിമാനങ്ങൾ വൈകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, ലഗേജ് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുക, യാത്രക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾ തുടങ്ങി ഗൗരവകരമായ പരാതികൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കൂടാതെ വിമാന സർവീസുകൾ റദ്ദാക്കുകയോ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും യാത്രക്കാർക്ക് ആപ്പ് വഴി സഹായം തേടാവുന്നതാണ്. ബോർഡിംഗ് നിഷേധിക്കുക, ബുക്ക് ചെയ്ത ക്ലാസുകളിൽ മാറ്റം വരുത്തുക, വ്യാജ ബുക്കിംഗുകൾ, ടിക്കറ്റ് തുക തിരികെ ലഭിക്കുന്നതിനായുള്ള സാമ്പത്തിക ക്ലെയിമുകൾ എന്നിവയും സഹൽ ആപ്പ് വഴി കൈകാര്യം ചെയ്യാം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ പാസഞ്ചർ ടെർമിനൽ 2വിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ടർക്കിഷ് കമ്പനിയായ ലിമാക്കുമായി കരാർ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിലാണ് കരാർ ഒപ്പുവെച്ചത്. കുവൈറ്റിന്റെ വ്യോമയാന മേഖലയെ ആധുനികവൽക്കരിക്കുകയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിനുള്ള പ്രധാന പദ്ധതിയാണിത്. T2 ടെർമിനൽ കണക്കാക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ വിമാനത്താവളത്തിന്റെ യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഗണ്യമായി ഉയരും. പ്രവാചക കുടുംബത്തിന്റെ പിൻതലമുറയിൽ യമനി പാരമ്പര്യമുള്ള ചരിത്ര പശ്ചാത്തലമുള്ള കേരളത്തിലെ തങ്ങൾ കുടുംബങ്ങളിലെ വിവിധ ഖബീലുകളിലെ മലയാളി കണ്ണികളെ സാദാത്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജിദ്ദ ഹറാസാത്ത് വില്ലയിൽ JSK നടത്തിയ ഫാമിലി സംഗമം ജിദ്ദയ്ക്ക് പുതിയ അനുഭവമായി. JSK നടത്തിയ പരിപാടിയിൽ ക്വിസ് പ്രോഗ്രാം, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സരങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. ജിദ്ദ സാദാത്ത് കൂട്ടായ്മ പ്രസിഡന്റ് സയ്യിദ് ഉബൈദുള്ള തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്നേഹസംഗമം സയ്യിദ് സിദ്ദിഖ് തങ്ങൾ പട്ടറക്കടവ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുല്ലയിലേക്ക് സ്നേഹാദരം നൽകി. സയ്യിദ് സൈനുൽ ആബ്ദീൻ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ സ്വാഗതവും സയ്യിദ് നാഫി തങ്ങൾ നന്ദിയും പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും നല്ല സാമ്പത്തിക മുന്നേറ്റവുമായി സൗദിയുടെ ദേശീയ എണ്ണ കമ്പനിയായ സൗദി അറാംകോ 2026 ആദ്യ പാദത്തിൽ കമ്പനിയുടെ അറ്റാദായത്തിൽ 25.5% വർധനവുണ്ടായതായി അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെ കമ്പനിയുടെ അറ്റാദായം 12,013 കോടി റിയാലായി ഉയർന്നു. 2025 ഇതേ കാലയളവിൽ ഇത് 957 കോടി റിയാലായിരുന്നു. എണ്ണവിലയിലുണ്ടായ വർധനവും കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ മികച്ച വിപണനവുമാണ് ഈ നേട്ടത്തിന് പ്രധാനമായും കരുത്തേകിയത്. ഈ പാദത്തിലെ കമ്പനിയുടെ മൊത്തം വരുമാനം 43,310 കോടി റിയാലായിരുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉജ്ജ്വല വിജയം സൗദിയുടെ തലസ്ഥാനമായ റിയാദിലും ആവേശമായി ആഘോഷിച്ചു. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആണ് പരിപാടികൾ നടന്നത്. പ്രസിഡന്റ് സലീം കളക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമീർ പട്ടണത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൾ കരീം കൊടുവള്ളി ആമുഖ പ്രസംഗം നടത്തി. സൈഫ് കായംകുളം, അലി ആലുവ, സുരേഷ് ശങ്കർ, സന്തോഷ് വിളയിൽ, ഷംനാദ് കരുനാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ റിയാദിലെ പ്രവാസി കലാകാരന്മാർ അണിനിരന്ന ഗാനമേളയും മിമിക്രിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ലോകപ്രശസ്തമായ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ ചരിത്രപരമായ മാറ്റം പ്രഖ്യാപിച്ച് സൗദി. ഈ വർഷം നടക്കുന്ന മത്സരത്തിന്റെ 46ാമത് പതിപ്പ് മുതൽ വനിതകൾക്കും പങ്കെടുക്കാമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടു. വനിതകൾക്കായി പ്രത്യേക വിഭാഗം ഉൾപ്പെടുത്തണമെന്ന സൗദി ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖിന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് ഈ സുപ്രധാന തീരുമാനം. മക്കയിൽ വെച്ച് നടക്കുന്ന ഈ ആഗോള മത്സരത്തിൽ നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. പുതിയ ഉത്തരവോടെ ആഗോളതലത്തിലുള്ള വനിതാ ഖുർആൻ ഹാഫിസുകൾക്കും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. കഴിഞ്ഞ വർഷം 117 രാജ്യങ്ങളിൽ നിന്നുള്ള 166 പ്രതിഭകൾ മാറ്റുരച്ച മത്സരത്തിൽ 40 ലക്ഷം സൗദി റിയാലായിരുന്നു ആകെ സമ്മാനത്തുക. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം കേരളത്തിലേക്കും. പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപ് വിൽപ്പന നടത്തിയ ചോദ്യപേപ്പറിലെ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറിൽ വന്നതിലാണ് പരാതി. കേസിൽ വിവിധയിടങ്ങളിലായി 13 പേരെ രാജസ്ഥാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന പരാതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 13 പേരെ രാജസ്ഥാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജസ്ഥാനിലെ സിക്കറിലെ കോച്ചിംഗ് സെന്റർ ഉടമ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്.
പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപ് വിൽപ്പന നടത്തിയ ചോദ്യപേപ്പറിലെ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളതായി കണ്ടെത്തിയിരുന്നു. 20,000 മുതൽ 2 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയത്. കേരളത്തിലുള്ള ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ചോദ്യപേപ്പർ പ്രചരിച്ചുവെന്ന ആരോപണങ്ങളിലും അന്വേഷണം നടക്കുകയാണ്. രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘം കേരള പോലീസിന്റെ സഹായത്തോടെയാണ് സംഭവം അന്വേഷിക്കുന്നത്. കേരളത്തിൽ പഠിക്കുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ മാത്രമാകും പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിക്കുക. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൈവശരേഖയും വനാവകാശ രേഖയും ഉണ്ടെങ്കിലും ഭൂമിക്ക് പട്ടയം എന്ന സ്വപ്നം ഇനിയും അകലെയാണ് ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം നിവാസികൾക്ക്. ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ ബാങ്ക് വായ്പ പോലും എടുക്കാൻ കഴിയുന്നില്ല. പട്ടയത്തിനായി നിവേദനങ്ങൾ നൽകി കാത്തിരിക്കുകയാണ് പ്ലാക്കത്തടം നിവാസികൾ. പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതിയാണ് പ്ലാക്കത്തടം. ഇവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ട് 80 വർഷം കഴിഞ്ഞു. മലയേറിയ വിഭാഗത്തിൽപ്പെട്ട 90ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 1980കളിൽ തിരുവിതാംകൂറിന്റെ അധീനതയിൽപ്പെട്ട മുറിഞ്ഞപുഴ, വളഞ്ഞാങ്കാനം മേഖലകളിൽ മലമ്പനിയെ ചെറുക്കാൻ കൊയ്ന കൃഷി ആരംഭിച്ചു. കൊയ്നാത്തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന മലയേറിയ വിഭാഗത്തിൽപ്പെട്ടവർ പ്ലാക്കത്തടത്ത് താമസമുറപ്പിക്കുകയും പിന്നീട് ഇവർക്ക് ഭൂമി നൽകുകയും ചെയ്തു. ഇവരുടെ പിന്മുറക്കാരാണ് ഇവിടെ താമസിക്കുന്നവരിൽ അധികവും. തങ്ങളുടെ ഭൂമിക്ക് പട്ടയം വേണമെന്ന ഈ കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 10-85 വർഷമായിട്ട് പട്ടയം ഇല്ലാത്ത ഒരു മേഖലയിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒളിച്ചോടി വന്ന് താമസിക്കുന്നതല്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് നാളിതുവരെയായിട്ടും പട്ടയം കിട്ടുന്നില്ല. അപ്പം പട്ടയം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നില്ല. അതിനൊരു മറുപടി, നല്ലൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പട്ടയം കിട്ടണം. കൃഷി മാത്രം ഉപജീവന മാർഗമാക്കി മുൻപോട്ടു പോകുന്നവരാണിവർ. പട്ടയത്തിനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും അനുകൂല നടപടിയുണ്ടായിട്ടില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃക്കരങ്ങളാൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ മാനന്തവാടി ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ 25ാമത് വാർഷിക മഹോത്സവം മെയ് 9-10 തീയതികളിൽ മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരി ദീക്ഷിതാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ നടന്നു. വിശേഷാൽ പൂജകളോടും വിവിധ കലാപരിപാടികളോടും നടന്ന ആഘോഷത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ബ്രഹ്മചാരി ശ്രീജേഷിന്റെ കാർമ്മികത്വത്തിൽ ലക്ഷാർച്ചനയോടുകൂടിയാണ് മാനന്തവാടി ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ 25ാമത് വാർഷിക മഹോത്സവത്തിന് തുടക്കമായത്. 108 കലശാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, ഭഗവതി സേവ എന്നിവയും നടന്നു. കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, കുചേലഗമനം, ദൃശ്യാവിഷ്കാരം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റേകി. കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ, അർച്ചന, സത്സംഗം, ഭജന എന്നിവയും നടന്നു. അമൃതഭോജനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കലാമണ്ഡലം നന്ദകുമാറും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലുണ്ടായിരുന്നു. ചെയർമാൻ NK മന്മഥൻ, PK സുധാകരൻ, EK ഗോപി എന്നിവർ മാനന്തവാടി ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ 25ാമത് വാർഷിക മഹോത്സവത്തിന് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, വയനാട്. കെ കരുണാകരനും സോണിയാഗാന്ധിയും തമ്മിലെ അകൽച്ച തുടങ്ങിയത് പത്മജ വേണുഗോപാലിനെ ചൊല്ലിയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്. കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കാൻ സോണിയയ്ക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ലെന്നും KV തോമസ് പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ പുസ്തകത്തിലാണ് KV തോമസിന്റെ പരാമർശം. എന്നാൽ പുസ്തകത്തിൽ പറയുന്നത് തെറ്റാണെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്കെന്ന പുതിയ പുസ്തകത്തിലാണ് KV തോമസിന്റെ വെളിപ്പെടുത്തൽ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകൾ പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കരുണാകരൻ ആഗ്രഹിച്ചത് സോണിയാഗാന്ധിയുമായുള്ള ബന്ധം വഷളാക്കി. സ്ഥാനാർത്ഥി പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായി പത്മജയുടെ പേര് എഴുതി ചേർത്തതിൽ സോണിയ ദേഷ്യപ്പെട്ടു. എന്തിനാണ് പത്മജക്കായി പുറംവാതിൽ നീക്കം നടത്തുന്നതെന്ന് സോണിയ ചോദിച്ചുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. KV തോമസിന്റെ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ താൻ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണെന്നും അന്ന് ആർക്കും എതിർപ്പുണ്ടായില്ലെന്നും KV തോമസ് പറഞ്ഞു. ഓരോ കാര്യങ്ങളും ഡയറിയിൽ കുറിക്കുന്ന ശീലമുള്ളയാളാണ് താൻ. അന്ന് നടന്ന സംഭവങ്ങളും ഡയറിയിൽ എഴുതിയിരുന്നു. അതാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചതെന്ന് KV തോമസ് വ്യക്തമാക്കി. പക്ഷെ ഞാൻ എഴുതിയത് ആത്മാർത്ഥമായിട്ട് എഴുതിയതാണ്. ഞാൻ ഡയറി എഴുതുന്ന ആളാണ്. എപ്പോഴും എഴുതുന്നത്, അന്ന് എഴുതിയത്. അത് പരിശോധിച്ചിട്ടാണ് എഴുതിയത്. അത് പരിശോധിച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ കൂടി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ലീഡറോടേറ്റ് റെസ്പെക്റ്റ്, സ്നേഹമുള്ള ആളാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാനത് ഡയറിയിൽ എഴുതി വെച്ചതാണ്, പ്രസിദ്ധീകരിച്ചതാണതെല്ലാം. അന്ന് ആ കലാകൗമുദിയെ പോലെ ഒരു മാധ്യമത്തിൽ വന്നപ്പോൾ ആരും വായിച്ചില്ലേ? അത് വായിക്കണം. ഇന്നും ഞാൻ പറയുന്ന പുസ്തകം ഒന്ന് വായിക്കുക, അതിൻ്റെ സ്പിരിറ്റ്
ഞാൻ ഇന്നലെ കുമ്പളങ്ങി പ്രസംഗിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അത് ഇന്നലത്തെ പരിപാടിക്ക് പത്മജയും വിളിച്ചിരുന്നു. അതേസമയം KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന ഒരു മനുഷ്യൻ വേറെയില്ല. ഇപ്പോൾ KV തോമസ് ഒന്നുമല്ലാതെയായി. മരിച്ചുപോയ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നിയെന്നും പത്മജ പറഞ്ഞു. പണ്ട് ഒരിക്കൽ ചാലക്കുടി അച്ഛൻ നിർത്താൻ അച്ഛനുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുരളിയേട്ടനും കൂടി ഉണ്ട്. 2 പേർ കൂടി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ അടിയുണ്ടായി. അപ്പോൾ അച്ഛനും അത് പിന്നെ മൈൻഡ് ചെയ്തില്ല. ആ സംഭവത്തിനെയാണ് പറയണത്. പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിക്കാൻ കരുണാകരന് വേറെ ആരുടെയെങ്കിലും സൗജന്യം വേണം. പ്രധാനമന്ത്രിയായ ശേഷവും PV നരസിംഹറാവുവിനെ PM എന്ന് വിളിക്കാൻ കരുണാകരൻ തയ്യാറായില്ല. പകരം PV എന്ന പഴയ വിളി തുടർന്നു. ഇതിൽ റാവുവിന് കടുത്ത അസ്വസ്ഥതയുണ്ടായിരുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഫ്രഞ്ച് ചാരക്കേസും ഹവാല വിവാദവും KV തോമസ് പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഈ വർഷം നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള 55-അംഗ പ്രാഥമിക ടീമിനെ അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ചു. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന സമർപ്പിച്ച ഈ പട്ടികയിൽ സൂപ്പർ താരം ലയണൽ മെസ്സി തന്നെയാണ് മുന്നണിയിലുള്ളത്. എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോമയുടെ സ്റ്റാർ ഫോർവേഡ് പൗലോ ഡിബാലയെ ടീമിൽ നിന്ന് ഒഴിവാക്കി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഏഞ്ചൽ ഡി മരിയയുടെ അഭാവം ടീമിൽ പ്രകടമാണ്. ഫിഫയുടെ നിയമപ്രകാരം ഈ 55-അംഗ പട്ടികയിൽ ഉൾപ്പെട്ട താരങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ലോകകപ്പിനുള്ള അവസാന 26-അംഗ ടീമിനെ തെരഞ്ഞെടുക്കുക. ടീമിലെ യുവനിരയുടെ സാന്നിധ്യമാണ് ടീം ഇത്തവണത്തെ പട്ടികയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.